ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. കുറച്ച് അത്യാവശ്യത്തിലധികം ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയറൊക്കെ ആയിട്ടുണ്ടാവും ഞാനിതിൻ്റെ പോട്ടൊക്കെ ഒന്ന് സെറ്റാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിൻ്റെ പ്ലാന്റ്സാണ് ആദ്യം സെറ്റാക്കണത് കേട്ടോ. അപ്പോൾ ആ വേരൊന്നും ശരിക്ക് വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇടുന്നത് തന്നെ, അല്ലാണ്ട് അതിലൂടെ അവർ വെള്ളം വലിക്കുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് പ്ലാന്റിന് കേടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മേൽമണ്ണ് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് പുതിയ മണ്ണ്, അതായത് വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണും കൂടി അതിലിട്ട് കൊടുക്കണം. വളം എന്ന് പറയുന്നത് ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും നമ്മൾ സാധാ മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സാണ് ഞാൻ അതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് വാടിയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനത് പ്ലാന്റ് രണ്ടാക്കണമൊന്നുമില്ല, ഇതുകൊണ്ട് തന്നെ ഒരു തിക്കായിട്ടുള്ളൊരു ഇതാക്കി എടുക്കുകയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഗ്രിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പടർത്തി കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്. അതൊരു PVC പൈപ്പുമ്മ ഈ ചകിരിച്ചോറിൻ്റെ ഇത് നെറ്റിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഈ ചട്ടിയുടെ സെൻറ്റർ ഭാഗത്തൊക്കെ ആക്കിയിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറേ വള്ളികളുണ്ടല്ലോ പ്ലാന്റിൻ്റെ, അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ മണ്ണിലൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വല്ല നമ്മുടെ ഈർക്കിളിയുടെതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളച്ചിട്ട് അതിൽ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഇരുന്നോളും. അതല്ലെങ്കിൽ ജസ്റ്റ് ആ വേര് പൊട്ടിയിട്ടുള്ള ഭാഗങ്ങളില്ലേ, ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റിയിട്ട് തിക്കാവണ, അതായത് ആ താഴ്ഭാഗത്ത് തിക്കാവണ രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച പോലെ അതിൻ്റെ അറ്റഭാഗം മണ്ണിലേക്ക് കുത്തി കൊടുത്താൽ മതി. അങ്ങനെ ഏകദേശം നമുക്ക് കാണുമ്പോൾ അതൊരു തിക്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 വള്ളി ഞാൻ ഇതുപോലെ ഒന്ന് തിക്കിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന കമ്പില്ലേ, ആ കമ്പിയാണ് കേട്ടോ. ആ കമ്പി ഞാൻ ജസ്റ്റ് ഒന്ന് നടുമടക്കിയിട്ട് അതിൽ കുത്തി വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിളി സ്ലൈഡില്ലേ, അതൊക്കെ ആയാലും മതി. അപ്പോൾ അതൊക്കെ നല്ല ഉറപ്പിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് സെൻറ്റർ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ അതവിടെ നിന്നോളും. ആ വേരൊന്ന് അതിലേക്ക് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങണ വരെ അതിൻ്റെ ആവശ്യമുള്ളൂ, ജസ്റ്റ് ഒന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്ലാന്റൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ചിലർ പറയും വല്ലാത്തൊരു ഭ്രാന്താണെന്ന്. പക്ഷെ ഇത് ഭ്രാന്തല്ല, നമുക്ക് അതിന് വലിയ ലാഭമുള്ള കേസോ അങ്ങനെ ഒന്നല്ല. നമുക്കിതിങ്ങനെ പ്ലാന്റ്സ് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ്, നല്ലൊരു ഫീല് കിട്ടും, നല്ലൊരു വൈബ് കിട്ടും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലെയുള്ള പ്ലാന്റ്സൊക്കെ അധികം വെക്കുന്നത് കേട്ടോ. ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ എൻ്റെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ റിപ്പോർട്ടിങ്ങും ഒക്കെ കാണിക്കാനും ശ്രമിക്കാം. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വള്ളിനെ, ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്കുമ്പോൾ നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഏകദേശം നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട്, അതായത് തിക്കാക്കിയിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ മേലോട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടും കൂടി റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ വള്ളി ഉണ്ടല്ലോ, ഈ തണ്ടൊന്ന് ആ സ്റ്റിക്കുമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൈ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, ആ ടൈ കൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ക്രാഫ്റ്റും ചെടികളെ കുറിച്ചിട്ടും അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ചിട്ട് നമ്മൾ ചുറ്റണതിനനുസരിച്ചിട്ട് ഓരോ ടൈ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റണ വള്ളി ഉണ്ടല്ലോ അതുപോലെ നിൽക്കും. ഇനി നമുക്കതുപോലെ ഇത് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ പ്ലാന്റ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ പ്ലാന്റ് വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് താഴോട്ട് മേലോട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഭംഗിയാക്കി എടുക്കാം. ഇനി ഞാൻ ഒന്നുകൂടി തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു വള്ളി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ ചട്ടിയുടെ അറ്റത്ത് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഇതുപോലെ മണ്ണുണ്ടല്ലോ, നമ്മളെ പൊട്ടി മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഓരോ മൂലക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇത് നല്ല ഭംഗിയിൽ തിക്കായിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒപ്പം തന്നെ നമുക്ക് വേറൊരു പ്ലാന്റും കൂടി ഇതേ സെയിം രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റിക്കൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അതും ഇതുപോലെ നമുക്ക് ഈ ടൈ ഉണ്ടല്ലോ, ആ ടൈ ഒന്ന് വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പടർന്ന് വരുമ്പോഴുള്ള വേര് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കുമ്മ പിടിച്ചോളും. അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സെറ്റ് ചെയ്ത പ്ലാന്റ് കേട്ടോ. ഇനി ഞാൻ മോൺസ്റ്ററുടെ പ്ലാന്റാണ് നമ്മളതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. അതും നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒന്ന് ലീഫൊക്കെ കറക്റ്റ് ആവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല. നമ്മളിത് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്കത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ടൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അത് കണ്ട, ഇതാണ് നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റിനെ സെറ്റ് ചെയ്തെടുത്തത്. എൻ്റെ കയ്യിൽ ചെറിയൊരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ മോൺസ്റ്ററുടെ. ഇനി അത് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. ഒരു ദിവസം 2 ചെടി ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളി ഗാർഡൻ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ വേരൊന്ന് മണ്ണിൽ ആഴാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇവിടെ സെറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു, ബൈ.